നമ്മുടെ സ്വന്തം പത്മശ്രീ ജയറാമിനെ രണ്ട് വാക്ക് പറയുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. രണ്ട് വാക്കെന്നെ പറയാം. ഞാൻ പോളിടെക്നിക്കിൽ പഠിക്കാൻ എറണാകുളത്ത് വരുന്നു. HMD ജംഗ്ഷനിലാണ് ബസ് സ്റ്റോപ്പ്. ഒരു ദിവസം ബസ് ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു വാരിക ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി കയ്യിൽ നിന്ന് ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കാം. നോക്കിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ചെറുപ്പക്കാരൻ. നോക്കുമ്പോൾ ഒരു ക്യാമറയുടെ പുറകിൽ നമ്മുടെ പത്മരാജൻ നിൽക്കുന്നു. അപരൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം വീണ്ടും അതേപോലെ ചെറുപ്പക്കാരനായി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട കഴിഞ്ഞ ഏകദേശം 35 വർഷത്തോളമായി എൻ്റെ ഏറ്റവും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന, ഞാൻ എപ്പോഴും ഏട്ട എന്ന് വിളിക്കുന്ന ശ്രീ രാജീവ് സർ, ശ്രീ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ഷംസീർ സർ, അച്ഛനുമായിട്ടാണ് കൂടുതൽ അടുപ്പം എങ്കിലും മകനുമായിട്ട് ഇപ്പോഴും അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ശ്രീ MLA IV ഈഡൻ, മറ്റ് വേദിയിലിരിക്കുന്ന ജോസ് ചാക്കോ പെരിയപുറം, അദ്ദേഹവും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും ഒരു ഫംഗ്ഷന് വിളിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഏറ്റവും ആദ്യം വിളിക്കുന്നത് എന്നെയായിരിക്കും. ഞാൻ വരാൻ എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ മാത്രമാണ് മറ്റൊരാളെ വിളിക്കുക. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ആബേലച്ഛൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ശ്രീ പെരിയപുറം സർ, തോമസ് മാഷ്, അതും ഇതേപോലെ ഞാൻ സിനിമയിൽ വന്ന കാലം തൊട്ടുള്ള പരിചയമാണ്. മാത്രമല്ല മാഷ് എപ്പോഴും എൻ്റെ സിനിമകളുണ്ടെങ്കിൽ മാഷും കുടുംബവുമായിട്ട് സെക്കൻഡ് ഷോയ്ക്ക് ഒന്നിലെ സരിതാ തിയേറ്റർ അല്ലെങ്കിൽ ഷേണായ്സിൽ എപ്പോഴും ഉണ്ടാവും. അതേപോലെ എൻ്റെ കുടുംബത്തിലേക്ക് ഒരു നാഷണൽ അവാർഡ് കൊണ്ടുതന്ന, എൻ്റെ മകനിലൂടെ കൊണ്ടുതന്ന എൻ്റെ വീട് അപ്പുവിൻ്റെ എന്നുള്ള മനോഹരമായൊരു സിനിമ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഭാര്യ അശ്വതി ഏറ്റവും കൂടുതൽ മനോഹരമായ സിനിമകൾ ചെയ്തിട്ടുള്ള സിബി സാറിൻ്റെ കൂടിയാണ്. കിരീടം തൊട്ട് എത്രയോ മനോഹരമായിട്ടുള്ള സിനിമകൾ, അതേപോലെ എനിക്കും എത്രയോ മനോഹരമായിട്ടുള്ള സിനിമകൾ തന്ന, മലയാളത്തിന് ശ്രീ മോഹൻലാലിന് ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡുകൾ നേടിക്കൊടുത്ത, പറഞ്ഞാൽ എനിക്ക് തീരില്ല. ഇപ്പോൾ ഏകദേശം 22 വർഷത്തിന് ശേഷം എൻ്റെ വീട് അപ്പൂൻ്റെ എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഞാനും എൻ്റെ മകനും ചേർന്ന് അഭിനയിക്കുന്ന സിനിമയാണ് എറണാകുളത്ത് ഷൂട്ടിംഗ് നടക്കുന്നത്. ആശകൾ 1000 എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെ ലൊക്കേഷൻ എന്നാണ് ഇപ്പോൾ വരുന്നത്. അതേപോലെ മറ്റ് വേദിയിൽ ഞാൻ എല്ലാവരുടെയും പേര് ശ്രീ ജിസ് ജോയ് ഒരു അറിയപ്പെടുന്ന സംവിധായകനേക്കാൾ ഉപരി പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ മലയാളികളുടെയും അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ അല്ലു അർജുനെ മലയാള ശബ്ദം ഇത്രയും വർഷമായിട്ട് ജിസ് ജോയാണ് കൊടുക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാവും. മറ്റ് വേദിയിലിരിക്കുന്ന പ്രശസ്ത വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള ഈ നാട്ടിലെ സഹോദരന്മാരെ, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരു കൃഷിക്കാരെന്നുള്ള നിലയ്ക്കല്ല, എങ്കിലും ആദ്യം ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ദീർഘിപ്പിക്കുന്നില്ല, പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. 1940 കാലഘട്ടങ്ങളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന, ഇന്ത്യയിൽ തന്നെ കാർഷികതയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലുള്ള കൃഷി അന്ന് സമ്പന്നമായിരുന്നു. പക്ഷേ ഏകദേശം 1940, 41, 42 ആ കാലഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ ഒരു തലമുറ മുഴുവൻ, അതായത് പുതിയ തലമുറ, യങ്സ്റ്റേഴ്സ് നമ്മൾ പറയുന്ന പുതിയൊരു തലമുറ മുഴുവൻ മദ്യത്തിന് അടിമയായി. അങ്ങനെ കൃഷി ഇല്ലാതായി വരുന്നൊരു കാലഘട്ടമുണ്ടായി. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാവും. അങ്ങനെ കൃഷി ഏറ്റവും മുൻപതിൽ നിന്ന സംസ്ഥാനം കൃഷി ഒട്ടുമില്ലാതായി ആയിരക്കണക്കിന് തരിശുഭൂമികളായി മാറി മഹാരാഷ്ട്ര. അത്തരത്തിലൊരു സംഭവം വന്നപ്പോൾ
ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ അവരെ ഈ ലഹരിയിൽ നിന്നും മോചിപ്പിച്ച് തിരിച്ചും കൃഷിയിലേക്ക് കൊണ്ടുവന്ന് ഏകദേശം 1945 നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ഫ്ലറിഷ്ഡായിട്ട് മഹാരാഷ്ട്രയെ ഏറ്റവും മുൻപന്തിൽ എത്തിച്ച ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. പാണ്ഡുരംഗ ശാസ്ത്രി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. പിൽക്കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ നിന്നും അദ്ദേഹത്തെ വെൽക്കം ചെയ്ത് ആദ്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് അവർ ക്ഷണിച്ചു. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് പോകണമെങ്കിൽ സ്യൂട്ട് ധരിക്കണം. പാൻറ്റും സൂട്ടും ഇല്ലാതെ 3 പീസ് സൂട്ടില്ലാതെ അവിടെ അലവില്ല, അത് അവരുടെ നിയമമാണ്. പക്ഷെ പാണ്ഡുരംഗ ശാസ്ത്രി ഇവിടെ നിന്ന് പറഞ്ഞു, ഞാൻ വെറും ഒരു മുണ്ട് മാത്രം എടുത്തുകൊണ്ട് ഇവിടുന്ന് വരും, എന്നെ കയറ്റാൻ പറ്റില്ല, കയറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരൊറ്റ മുണ്ട് മാത്രം കൊടുത്തിട്ട് ഇവിടെ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ആദ്യം കയറി ബ്രിട്ടീഷുകാർ മുഴുവൻ എണീച്ചു നിന്ന് കൈയടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു പാണ്ഡുരംഗ ശാസ്ത്രി. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു തുടങ്ങാൻ കാരണം, അന്ന് മഹാരാഷ്ട്രയിലെ ആയിരക്കണക്കിന് തരിശു ഭൂമി കൃഷി ഇടമായി മാറ്റിയ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ കാരണം അങ്ങനെ ഒരു വ്യക്തി ഈ വേദിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ഒരു കഴിവ് നല്ല കഴിവ്. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ കളമശ്ശേരി എന്ന് പറയുന്നത് വ്യവസായമായിട്ടുള്ള ഒരുപാട് FICT പോലെയുള്ള സ്ഥാപനങ്ങളുള്ള സ്ഥലത്ത് എന്ത് കൃഷിയായിരിക്കും ആലോചിച്ചത്. എന്നെ ഈ 3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രാജീവേട്ടൻ്റെ ഈ പ്രോഗ്രാമിൽ വിളിച്ചതാണ്. പക്ഷെ എനിക്ക് വരാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് എന്നെ വിളിച്ചപ്പോൾ ഞാനിവിടെയുള്ള പല കർഷകരുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു. എന്താണ് കളമശ്ശേരി കാരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആയിരക്കണക്കിന് കിടന്ന തരിശുഭൂമിയിൽ ഏകദേശം 95% സ്ഥലവും കൃഷി ചെയ്യാനുള്ള യോഗ്യമായി മാറ്റുകയും അതിന് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിസ്സാര കാര്യമല്ല. കാരണം ഗവൺമെന്റ് ലെവലിൽ ചെയ്യുമ്പോൾ എത്ര വകുപ്പുകളെയാണ് കൂട്ടി യോജിപ്പിക്കുന്നത്, അതേപോലെ പറയുകയുണ്ടായി. അത്രയും വകുപ്പുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇത്രയും ഒരു സാധ്യമാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് സാധിച്ചെടുക്കുന്നത് ആലങ്ങാട് ഇതിൽ തന്നെ അതെ ആലങ്ങാട് പണ്ടൊരു ഇതായിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ശർക്കര കൃഷിക്ക് വളരെ ഫേമസ് ആയിരുന്നു. പിൽക്കാലത്ത് അത് ഇല്ലാണ്ടായി. പക്ഷെ ഇപ്പൊ ഞാൻ ഇന്ന് വരുമ്പോൾ കാറിൽ വരുമ്പോൾ അന്വേഷണങ്ങളാണ് അറിയുന്നത് ആ ശർക്കര കൃഷി രണ്ടാമതും കൊണ്ടുവരികയും മറയൂർ ശർക്കര എന്നൊക്കെ പറയുന്ന പോലെ ആലങ്ങാട് ശർക്കര എന്നുള്ള ഒരു ലേബലിൽ തന്നെ പിറക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് അതും ഒരു നല്ല പിറക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ സാധിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ പൂണ് കൃഷിയും പൂവ കൃഷിയും അതൊക്കെ ചെയ്ത് എത്രയോ കർഷകർ വളരെ ലാഭം കൊയ്യുന്നു എന്ന് പറഞ്ഞതിൽ അതിലേക്കാളൊക്കെ സന്തോഷം. അതുപോലെ തന്നെയാണ് എന്നെപ്പോലത്തെ എത്രയോ 100 കണക്കിന് ക്ഷീര കർഷകർ ഇവിടെ ഉണ്ടെന്നറിയുന്നത്. കാരണം മത്സ്യകൃഷി അതേപോലെ തന്നെ ഈ പാൽ വ്യവസായം ഇതിലൊക്കെ വളരെ മുമ്പോട്ടാണ് കളമശ്ശേരി മുന്നിട്ട് നിൽക്കുന്നത്. ഞാനൊരു ക്ഷീര കർഷകൻ എന്ന് പറയാനായിട്ട് എനിക്ക് വളരെ അഭിമാനത്തോട് പറയാവുന്നൊരു കാര്യമാണ്. അത് ഞാനൊരു സ്വകാര്യ സന്തോഷമായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യമാണ്. ഞാൻ അധികം ഇത് എൻ്റെ ഫാം അങ്ങനെ എക്സിബിറ്റ് ചെയ്യാറില്ല. എൻ്റെ ഫാം എൻ്റെ പശുക്കൾ ഞാൻ ഇന്നേവരെ അവിടെ അതെൻ്റെ ഒരു സ്വകാര്യ സന്തോഷമായിട്ട് എപ്പോഴും കൊണ്ടു നടക്കുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാവുന്നൊരു കാര്യം, രാജീവേട്ടൻ പറഞ്ഞു 2 പ്രാവശ്യം സംസ്ഥാന അവാർഡ് കിട്ടിയ കാര്യം. ഉടൻ നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു സിനിമാ നടനല്ലേ എങ്കിൽ പിന്നെ ചുമ്മാ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് കിട്ടിയതല്ല കേട്ടോ. എന്നെ അർഹതപ്പെട്ട് ഞാൻ കിട്ടിയതാണ്. ശരിക്കും 100% അർഹതയുള്ളത് കിട്ടിയത്. 2005 ഏറ്റവും നല്ല ഇക്കോ ഫ്രണ്ട്ലി വൃത്തിയുള്ള ഫാം എന്നുള്ളത് അതിനാണ് എനിക്ക് കിട്ടിയത്. 2022 എന്നെ തിരഞ്ഞെടുക്കാൻ കാരണം 2018 വെള്ളപ്പൊക്കത്തിൽ 100% നശിച്ചു പോയൊരു ഫാമായിരുന്നു. 99 പോലും ചെളിവെള്ളം കയറി പെരിയാറിന്റെ തീരത്താണ്. മുഴുവൻ മുങ്ങിപ്പോയ ചെളിയുടെ കൂമ്പാരം മാറ്റാൻ മാത്രം എടുത്തൊരിക്കും 4-5 മാസം. അതിനകത്തുള്ള എല്ലാം എത്രയോ പശുക്കളാണ് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയത്. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ വിചാരിച്ചത് വേണോ വേണ്ടോ എന്ന് തീരുമാനിച്ച് പിന്നെയും മണ്ണിനോടുള്ള അല്ലെങ്കിൽ അതിനോടുള്ള എൻ്റെ അതിയായിട്ടുള്ള സ്നേഹവും ഇതുകൊണ്ട് തിരിച്ച് ഞാൻ റീകൂപ്പ് ചെയ്തെടുത്ത് 2022 ഏറ്റവും മികച്ച ഫാമാക്കി ലാഭകരമായിട്ടുള്ള ഫാമാക്കി പിന്നെ ഞാൻ മാറ്റിയെടുത്തു. അതിനാണ് എനിക്ക് സംസ്ഥാന സർക്കാർ അവാർഡ് തന്നത്. വെറുതെ തന്നല്ലേ. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പശുക്കൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് കേരള സർക്കാരിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള കേരള ഫീഡ്സ്. അതിൻ്റെ 6-7 വർഷമായിട്ടുള്ള ബ്രാൻഡ് അംബാസഡറാണ് ഞാൻ. അതും കേരള ഗവൺമെന്റ് തന്നെ സിനിമാ നടൻ എന്നുള്ള രീതിയിൽ വിളിച്ചു തന്നതല്ല. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അന്നത്തെ MD ആയിരുന്ന ശ്രീകുമാർ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, കേരള ഫീഡ്സ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ക്ഷീര കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാലുണ്ടാക്കാന്ന് മാത്രമല്ല, കൃത്യമായിട്ട് പശുവിന് ചെന പിടിപ്പിക്കുക എന്നുള്ളതാണ്. അത് മാത്രമാണ് ഒരു വിജയം. ഇവിടെ ക്ഷീര കർഷകരുണ്ടെങ്കിൽ മനസ്സിലാവും. 2 മാസം അല്ലെങ്കിൽ 3ാമത്തെ ഹീറ്റിൽ പശു ചെന പിടിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് അയാൾക്ക് റൊട്ടേഷൻ കറക്റ്റ് ആവുക.
ഈ കേരള ഫീഡ്സ് കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ പശുക്കൾക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല. കൃത്യം 2ാമത്തെ ഹീറ്റിൽ അല്ലെങ്കിൽ 3ാമത്തെ ഹീറ്റിൽ അത് ചെന പിടിക്കുന്നു, കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. എങ്കിൽ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം. അപ്പോൾ അങ്ങനെയാണ് എല്ലാം അർഹതയില്ലാതെ കിട്ടിയതല്ലേ. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസ് എയർപോർട്ടിൽ വെച്ച് ഒരാൾ എൻ്റെ തോളത്ത് തട്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ മുണ്ടെടുക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്, ആ കരയൊക്കെ വൃത്തിയായിട്ട് കാണാം, ഇതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ എൻ്റെ മുണ്ടിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വരൂ, എൻ്റെ പേര് നാഗരാജൻ എന്നാണ്, ഞാൻ രാമരാജ് മുണ്ടിൻ്റെ ഓണറാണ്, വരുമെന്ന് ചോദിച്ചു. പിന്നെന്താ വരാലോ. അങ്ങനെയാണ് കേരള ഗവൺമെൻറ് തന്നെ കഴിഞ്ഞ 6 വർഷമാണ്. അതൊക്കെ എനിക്ക് പ്രൗഡായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. എന്തായാലും രാജീവേട്ടനോട് എന്നെ ഈ അത്താഘോഷത്തിൻ്റെ അവിടെ കണ്ടപ്പോൾ ഞാൻ രാജീവേട്ടനോട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിങ്ങൾ സിനിമയിൽ നിന്ന് ആരെ വിളിക്കുമ്പോഴും ഏറ്റവും അവിടെ വരാൻ യോഗ്യതയുള്ള ഒരാൾ ഞാൻ തന്നെയാണ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. വളരെ 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 സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. കാരണം ഈ കളമശ്ശേരിയിൽ ഇത്രയും ഒരു കൃഷിയിൽ ഇത്രയും ഒരു അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയും. മാത്രമല്ല എന്തൊരു സന്തോഷമാണ് നമ്മുടെ ഈ ഒരു ഗ്യാതറിങ്, 5-6 ദിവസം ഈ ഒരു കൂട്ടായ്മയും വൈകുന്നേരങ്ങളിലുള്ള കലാപരിപാടികളും ഒരു വിഷമടിക്കാത്ത പച്ചക്കറി മേടിക്കാനുള്ളൊരു ഭാഗ്യവും. അപ്പോൾ എൻ്റെയും കൂടി ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്, അടുത്ത പ്രാവശ്യം ആ തിരുവോണത്തിൻ്റെ തലേ ദിവസം വരെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനിയും വരും വർഷങ്ങളിൽ ഒരു കൃഷിക്കാരനായിട്ടോ അല്ലെങ്കിൽ ഒരു ചെണ്ടക്കാരനായിട്ടോ സിനിമാക്കാരനായിട്ടോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വരാൻ ഉള്ള ഭാഗ്യം ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാജീവേട്ടനെ ശക്തമായിട്ട് ഇതിൽ മുൻപോട്ട് പോയി കേരളത്തിന് തന്നെ ഒരു മാതൃകയായി ഇത് കാണിക്കാൻ ഉള്ള എല്ലാ ശക്തിയും ദൈവം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദിയിൽ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. കൃഷിക്കാരൻ്റെ ആഘോഷമാണ് ഓണം. നമ്മൾ മാവേലി തമ്പുരാൻ്റെ കഥ പറയുമെങ്കിലും കൃഷി വിഭവങ്ങൾ കൊണ്ട് സമൃദ്ധമാക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് ഓണം. അങ്ങനെ നമുക്ക് ആക്കി തന്ന രാജീവേട്ടൻ ഒരിക്കൽ കൂടി സ്നേഹം പകർന്നുകൊണ്ട്, സ്നേഹം നന്ദിയും കടപ്പാടുകളും എന്നെ ക്ഷണിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൻഡ് ജയ് ഹിന്ദ്.